ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ അരി വെച്ചിട്ടില്ല കേട്ടോ, കാരണം അത് തണുത്ത് പോകും. ഈ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ തണുപ്പും കാര്യങ്ങളും ഞാൻ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാവുകയാണ്. അപ്പോൾ ഞാൻ വയ്ക്കും കഞ്ഞി. അപ്പോൾ കടി ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് പഴം പുഴുങ്ങിയിട്ടാണ്. പിന്നെ അമ്മ കുറേ ദിവസമായി കോഴിമുട്ട പറയുന്നു. അപ്പോൾ കോഴിമുട്ട കൊണ്ടിട്ട് അതും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ നിന്നിട്ട് പല്ല് തേച്ചു, മഞ്ഞൾ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് കുളിമുറിയിൽ വെള്ളം നിറയ്ക്കാണ്ടായിരുന്നു, അതൊക്കെ നിറച്ചു. പാത്രങ്ങൾ കുറച്ച് കഴുകാണ്ടായിരുന്നു, കഴുകി. അത് കഴിഞ്ഞ് പിന്നെ ചുക്കുവെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടോ, അതൊക്കെ ആദ്യം ഉണ്ടാക്കിയിരുന്നു. പിന്നെതാ മഞ്ഞൾ വെള്ളം കുടിച്ചിട്ട് കുറേ നേരമായി. അപ്പം അടുത്തത് കട്ടൻ ചായ കുടിക്കാൻ പോവാണ്. ഈ ഒരു കട്ടൻ ചായയാണ് എൻ്റെ ഭക്ഷണം ഒരു ദിവസത്തെ. അത് കുറച്ച് അധികമായിട്ട് കൂടിയിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ മുടീനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മുടിയാണ് എന്നെ ജീവിതം ഇങ്ങനെ ആക്കിയത്. കാരണം ഞാൻ കുട്ടിയാവുന്ന സമയത്ത്, സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് കൊതുകുണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ പിന്നെ കുട്ടിയാവുന്ന സമയത്ത് നമ്മളെ പരിപാലിച്ചുകൊണ്ടിരുന്നത് അമ്മേൻ്റെ അനിയത്തി ഒക്കെയാണ്. അപ്പോൾ സ്കൂൾ അടച്ചാൽ അവരങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ പോയി താളിയൊക്കെ തേച്ച് നല്ല രീതിയിൽ മുടീനെ അതുപോലെ പരിപാലിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഈ കാലിൻ്റെ കൊച്ചിൽ വരെ മുടി ഉണ്ടായിരുന്നു. കാലിൻ്റെ കൊച്ചിലിൽ വരെ മുടി ഉണ്ടായിരുന്നു. നല്ല ഉള്ളുള്ള മുടിയായിരുന്നു. ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ പിടി അടങ്ങൂലായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ ഒന്നാമത് നമ്മളെ ജീവിത പ്രശ്നങ്ങളും എല്ലാം ആലോചിച്ച്, ശ്രീലക്ഷ്മിൻ്റെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച്, വീട്ടിലത്തെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാതും കൂടി ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ മുടി താനെ കൊഴിഞ്ഞ് പോകുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, എന്താണ് മുടി ഉണ്ടാവാൻ തേക്കണമെന്നാണ്. ഞാൻ വേറെ ഒന്നും തേക്കലില്ല, സാധാ വെളിച്ചെണ്ണ മാത്രമേ, എനിക്ക് വെളിച്ചെണ്ണ മാത്രമേ എൻ്റെ തലയ്ക്ക് പറ്റുള്ളൂ. നല്ലെണ്ണ തേച്ചാൽ തല ഒട്ടിപ്പിടിക്കും, പിന്നെ പേനൊക്കെ വന്ന് ചേരുന്നൊരു ഇതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലെണ്ണയൊന്നും ഉപയോഗിക്കലില്ല, ഒട്ടലാണ്, ഇതിഷ്ടമല്ല. പിന്നെ വെളിച്ചെണ്ണ മാത്രമേ ഞാൻ തേക്കുള്ളൂ. അപ്പോൾ ഇതാക്കണം കേട്ടോ, എൻ്റെ മുടി ഇതുണ്ടോ, കാണിച്ച എൻ്റെ മുടി കാണിച്ച. അപ്പോൾ ഇന്നലെ ഞാനൊന്ന് ഷാമ്പു ഇട്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായിട്ട് തല മറ്റേത് ഞാൻ ആഴ്ചയിൽ ഇതൊക്കെ താളിയൊക്കെ തേച്ച് കുളിക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ കുറേ ആയിട്ട് താളിയും ഇതൊന്നും തേക്കലില്ല. അപ്പോൾ ശ്രീലക്ഷ്മീനെ തേച്ച് കൊടുക്കും, നമുക്കിത് തേക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതുണ്ടോ, എന്തോ ഒരു മുടിയെന്ന് പറയുമോ, നല്ല മുടി. ആ എൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം അത്രമാത്രം മുടിയായിരുന്നു. ഇന്ന് എനിക്ക് സങ്കടമുണ്ട്. പിന്നെ ഒരു കാര്യത്തിൽ ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ, പിന്നെ മുടി ഇല്ലാതിരിക്കുക നല്ലത്. കാരണം ഇപ്പോൾ ഒക്കെ എനിക്ക് വന്നാത് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും. അപ്പോൾ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, താനെ കൊഴിഞ്ഞു പോവും, നോക്കാനുള്ള സമയമില്ല. അതുപോലെ മുടിയായിരുന്നു. എല്ലാ ആൾക്കാർക്കും ഒരു പറച്ചിലായിരുന്നു. പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈൽ പറഞ്ഞാൽ, ഞാൻ ഈ നടുക്കിൽ വളവ് എടുത്തിട്ട് നല്ല വെളിച്ചെണ്ണ തേക്കിട്ടോ, നല്ല വെളിച്ചെണ്ണ തേക്കുന്നിട്ട് നടുക്കിലായിരുന്നു വളവ്. അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് ആ ചീകൽ തന്നെയാണ് ഇപ്പോഴും എനിക്കുള്ളത്. ഞാൻ ഒരു പുതിയ ഹെയർ സ്റ്റൈൽ അവിടെ ഇവിടെയും തൊപ്പിയാക്കിയിട്ട് കെട്ടുക, അങ്ങനെ ഇങ്ങനെയും കെട്ടൊന്നുമില്ല, ആ ഒരൊറ്റ കെട്ടന്നെ ഇന്നു. നമ്മളെ അച്ഛനുള്ള സമയത്ത് അച്ഛൻ പറയും, പണ്ടത്തെ കിളവിമാർ നടക്കണ മാതിരിയാണ് നടക്കുക. കാരണം നമ്മൾ ആ ജീവിച്ച് വന്നൊരു ശൈലിയുണ്ട്, അതിന് നമ്മളൊരു മാറ്റം വന്നിട്ടില്ല. ചെരുപ്പാണെങ്കിലും 10ാം ക്ലാസ് വരെ ചെരുപ്പ് ഇട്ടേന്നില്ല. പിന്നീടാണ് ഒരു 10ാം ക്ലാസ് മുക്കാൽ ഭാഗമായപ്പോഴാണ് ഞങ്ങൾ ചെരുപ്പ് കാലിലിടുന്നത്. ഇവിടെ അച്ഛനും ഇട്ടേന്നില്ല. പിന്നീടാണ് അച്ഛനും ഇടാൻ തുടങ്ങിയത്. അച്ഛനും അങ്ങനെ വല്ലാതെ ഇടില്ല.
അച്ഛൻ പറയും എന്താ വെച്ചാൽ ഭൂമി ദേവീനെ നമ്മൾ ചെരുപ്പിട്ട് ചവിട്ടാൻ പാടില്ല എന്നുള്ളൊരു രൂപത്തിലാണ് അച്ഛനൊക്കെ ജീവിച്ച് വന്നത്. പൈസ ഇല്ലാഞ്ഞിട്ടല്ല ചെരുപ്പ് വാങ്ങാൻ. അപ്പം അതുപോലെ ജീവിച്ചു. പിന്നെ അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ജീവിച്ച് വന്നൊരു വഴി, നമ്മളെത്ര കാശ് നമ്മളെ കയ്യിൽ കിട്ടിയാലും നമ്മളത് മറക്കൂല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ജീവിക്കുന്നത്. പിന്നെന്താ വെച്ചാൽ എന്താ പറയുക, ഒരു മാറ്റം വന്നു, ജീവിതം ഇങ്ങനെ ആയി. ആ ഒരു ടെൻഷൻ കാരണം മുടി മൊത്തം പോയി, ഇപ്പം ഇങ്ങനെ ആയി. ഇതൊക്കെ തന്നെയാണ് എൻ്റെ അത്. ഇപ്പോൾ ഉള്ള് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഒന്നാമത് എനിക്ക് ടെൻഷൻ കാരണം എനിക്ക് ഒന്നാമത് മുടിയൊന്നും വേണ്ട, ജീവിതം തന്നെ മടുത്തു. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ശ്രീലക്ഷ്മി ഇതാട്ടോ ഒരു പഴയ ഫോണുണ്ടായിരുന്നു, അങ്ങനെ കുത്തി തോണ്ടി ഇരിക്കുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് പറയേ നീട്ടിയിരിക്കുകയാണ്. പല്ലൊക്കെ തേക്കണമെങ്കിൽ കുറച്ച് താമസമുണ്ട്. ഇതാക്കണു അമ്മ അതാ കിടക്കണു, അമ്മയും ഓനതാ അപ്പുറത്ത് കിടക്കണു, രണ്ടാളും നീച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം രാവിലെ കിട്ടണ ഒരു കുറച്ച് നേരമുണ്ട്, ആ നേരത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ചെയ്യണതാണ് വീഡിയോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക കേട്ടോ. പിന്നെ വേറെ ഇപ്പം എന്താ പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. ഇന്നലെ അമ്മയ്ക്ക് കുറേ സുഖമില്ലാതെയായി. കാരണം ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ മീൻ വാങ്ങിക്കലില്ല, അപ്പോൾ കുറച്ച് അയില കുട്ടികൾ വാങ്ങി കറി വെച്ച് കൊടുത്തിരുന്നു, മല്ലിയൊക്കെ ചേർത്തിട്ട്. അപ്പോൾ അത് പുളി ഇട്ടത് കൊണ്ടും ഈ എരിവ് കുറച്ച് മീനിലൊക്കെ എരിവില്ലാതെ പറ്റൂലല്ലോ, അപ്പോൾ അത് ഇട്ടത് കൊണ്ട് അമ്മയ്ക്ക് ആ കാലിൽ നീര് വന്നു, ഫോളിക് ആസിഡ് കൂടി. എരിവ് പറ്റൂല, സോഡിയം കുറയും, പൊട്ടാസ്യം കുറയും, അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അത് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു തന്നെ. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരത്തെ ഞാൻ വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നെ മുന്തിരിയോ പഴമൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. തണുപ്പിന് കാലിൻ്റെ അടി ചുട്ടു പോകുകയാണ്. അപ്പോൾ ഞാൻ മുന്തിരി 38 കിട്ടിയില്ല. പിന്നെ രാമൂരം പറഞ്ഞാൽ പോണ നേരം കുറേ ആയും ചെയ്തു. പിന്നെ ഞാൻ അവിലും ചെറുപഴം മേടിച്ചുകൊണ്ട് വന്നു. അതും പിന്നെ എണ്ണക്കടിയൊക്കെ മേടിച്ചു. പിന്നെ അത് കൊണ്ടുവന്ന് അവിൽ കുറച്ച് വെള്ളത്തിലിട്ട് പഴം അരിഞ്ഞിട്ടിട്ട് അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല കുത്തി അടിച്ചിട്ട് അത് കൊടുത്തു. അത് കുടിച്ച് ഇടയ്ക്കിടയ്ക്ക് കുടിച്ച കാരണം കുറേ കുറഞ്ഞു. പിന്നെ 2 ചെറുപഴം കൊടുത്തു, അങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പങ്ങളില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക. താങ്ക് യു.